നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏറെ ശ്രദ്ധേയനായതും അതേസമയം തന്നെ വിവാദ നായകനായതും ലോക കോടീശ്വരനായ ഇലോൺ മസ്ക് ആയിരുന്നു. അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ട്രംപ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ തലപ്പത്തും മസ്ക് കടന്നു വന്നതോടുകൂടി പിന്നീട് അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം ആരംഭിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നിരന്തരമായി ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും പിന്നിൽ മസ്ക് ആയിരുന്നുവെന്നും ഇതിനൊക്കെ തന്നെ കോടതികളിൽ നിന്ന് പോലും തിരിച്ചടിയേറ്റ സമയത്തും മസ്കിനെ ട്രംപ് കൈവിടാതെ കൂടെ നിർത്തി എന്നുള്ളതുമൊക്കെ തന്നെയാണ് ജനങ്ങളെ ഏറെ പ്രകോപിപ്പിച്ചത്. മാത്രവുമല്ല, മസ്കിൻ്റെ വ്യവസായ സാമ്രാജ്യം സംരക്ഷിക്കാൻ ട്രംപ് പല നടപടികളും സ്വീകരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തിയതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് പലരും വിമർശനം ഉന്നയിച്ചത്. ഇതുകൂടാതെ അമേരിക്കയിലെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ ട്രംപ് തീരുമാനമെടുത്തത് മസ്കിൻ്റെ ഉപദേശപ്രകാരമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഫലമായി വൻതോതിലുള്ള പ്രതിഷേധമാണ് മസ്കിനെതിരെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നത്. കൂടാതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുമൊക്കെ തന്നെ ട്രംപിൻ്റെ നിലപാടുകളോട് എതിർപ്പുള്ള നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നു. അവർ തുടർച്ചയായി ടെസ്ല വാഹനങ്ങൾ ബഹിഷ്കരിക്കാൻ ആരംഭിച്ചു. അവിടെയൊക്കെ ചൈനയുടെ ഇലക്ട്രിക് കാറുകൾ കടന്നു കയറാൻ തുടങ്ങി. കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലാകട്ടെ അല്ലെങ്കിൽ അമേരിക്കയിലാകട്ടെ മസ്കിൻ്റെ ടെസ്ലയുടെ ഷോറൂമുകളും വാഹനങ്ങളും നിരന്തരമായി ആക്രമണത്തിന് വിധേയരായി തുടങ്ങി. അവരുടെ ഷോറൂമുകൾ പലരും തീകത്തിച്ചു, അടിച്ചു തകർത്തു. ടെസ്ല കാറുകൾ പല സ്ഥലങ്ങളിലും ആളുകൾക്ക് തീയിട്ടു. അപ്പോൾ ഇങ്ങനെ ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഉപദേഷ്ടാവായതോടുകൂടി മസ്കിൻ്റെ സമയം മാറുകയായിരുന്നു. അദ്ദേഹത്തിന് ശനിദശയാണ് എന്ന് പലരും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് ഇലോൺ മസ്കിൻ്റെ സ്വന്തം സമൂഹ മാധ്യമമായ എക്സ് കഴിഞ്ഞ ദിവസം വൻതോതിലുള്ള സൈബർ ആക്രമണത്തിന് വിധേയമായി എന്നുള്ളതാണ്. അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ആദ്യ ഘട്ടം സൈബർ ആക്രമണം നടന്നത്. അമേരിക്കയുടെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളെയാണ് ആദ്യം ഈ സൈബർ ആക്രമണം ബാധിച്ചത് എങ്കിൽ പിന്നീട് അങ്ങോട്ട് അമേരിക്കയിലെ ചിക്കാഗോ ഉൾപ്പെടെയുള്ള ഡാലസ് ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയായിരുന്നു. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഇതിന് പരിഹാരം ഉണ്ടാക്കാനും തന്നെ കഴിയാതെ വന്നതോടെ മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ എത്തി മസ്കിനെ നിരന്തരമായി വിമർശിക്കുന്നതും കാണാമായിരുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു സംഭവം, ടെക്സാസിലെ ടെസ്ല ഷോറൂമിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഒരു അജ്ഞാത സന്ദേശം എത്തിയിരുന്നു. ഇതനുസരിച്ച് അവിടെ പരിശോധന നടത്തിയ പോലീസ് സംഘം ചില സംശയകരമായ വസ്തുക്കൾ കണ്ടെടുത്തതായി പറയപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തതായോ അതല്ലെങ്കിൽ കണ്ടെടുത്ത വസ്തുക്കൾ സ്ഫോടക വസ്തുക്കളാണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെ ഇനിയും പുറത്ത് വിട്ടിട്ടില്ല. ട്രംപിനെ സഹായിക്കാൻ ഇറങ്ങി മസ്ക് വലിയ പണിയാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. ഏതായാലും അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം തന്നെ ഇപ്പോൾ മസ്കിന് വലിയ തിരിച്ചടിയാണ് ഏൽക്കുന്നത്. ഓരോ ദിവസവും ഇലോൺ മസ്കിന് ഇപ്പോൾ നഷ്ടമാകുന്നത് ശതകോടികളാണ് എന്നാണ് പറയപ്പെടുന്നത്.